ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആവാം. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ചെറിയൊരു ചിക്കൻ കുറുമയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം തന്നെ പോവാം, ബിക്കോസ് എനിക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഞാൻ നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഒരു കഷ്ണം ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം മെൽട്ടായിട്ട് വരുന്ന ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. നെയ്യ് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു കറുവപ്പട്ട 2 കഷ്ണമാക്കിയിട്ട് ഞാൻ മുറിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ 4-5 ഗ്രാമ്പും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഈ ഏലക്കായും ബിരിയാണിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഉള്ളിയാണ്, വെല്ലുള്ളിയാണ് കേട്ടോ. അതായത് ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എനിക്ക് ഈ സവാള എന്ന് പറയുമ്പോൾ എനിക്ക് ചാലക്കുടി മാർക്കറ്റിലെ ചില ചേട്ടന്മാരെയൊക്കെ ഓർമ്മ വരും. കാരണം ഞാൻ അവരുടെ ചെന്നിട്ട് വെല്ലുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടന്മാരെ എനിക്ക് മിക്കവാറും ഈ ചെറിയുള്ളി ആയിരിക്കും എടുത്തു തരാം. അവർക്ക് ഈ വെല്ലുള്ളി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. സവാള എന്ന് പറഞ്ഞാലാണ് അവർ നമുക്ക് വെല്ലുള്ളി എടുത്തു തരിക. കാരണം നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഈ വെല്ലുള്ളി സവാളയല്ലേ, നമ്മൾ വെല്ലുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി എന്നല്ല നമ്മൾ പറയുക. അവരങ്ങനെയല്ല കേട്ടോ. അവർ ഈ സവാള എന്ന് പറഞ്ഞാലാണ് നമുക്ക് വെല്ലുള്ളി എടുത്തു തരാം. അപ്പോൾ അതിനുശേഷം ഞാൻ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഈ മിക്സിയിലിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലിട്ട് അരച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഈ പാക്കറ്റിലുള്ളതല്ല യൂസ് ചെയ്യുന്നത്, ബിക്കോസ് എനിക്ക് അതിൻ്റെ ആ ഒരു മണം എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണ്. 2 പച്ചമുളകും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഉള്ളി വഴണ്ട് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം മൂടിയൊക്കെ വെച്ചിട്ട് നല്ലോണം വരണ്ട് വരട്ടെ അല്ലേ നമ്മുടെ ഉള്ളി, അങ്ങനെയല്ലേ, വരണ്ട് വരട്ടെ നമ്മുടെ ഉള്ളി. അപ്പോൾ നല്ല ഉള്ളിയൊക്കെ നല്ലപോലെ വരണ്ട് എന്നല്ലേ ഗൈസ് പറയുക, എനിക്ക് കറക്റ്റ് എനിക്ക് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ തക്കാളി, അതായത് ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് തക്കാളി നല്ലോണം വെന്ത് വരുമ്പോൾ, അതായത് നിങ്ങൾക്ക് അറിയണം, വെന്തടിഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. ആ ചിക്കൻ അത് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, കഴുകി വെച്ച ചിക്കൻ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും ഈ ചിക്കനും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേരിന് ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അധികമായി പോകേണ്ട ചിക്കൻ, കാരണം നമ്മൾ ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലോണം മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഈ ചിക്കനെ. അപ്പോൾ നല്ലോണം നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വരുന്ന ടൈമിൽ ഇതൊരു യെലോയിഷ് കളറുണ്ട്, അത് നമ്മുടെ തക്കാളിയുടെ കളർ കേട്ടോ. ഞാൻ ഉപ്പല്ലാതെ അതിൽ വേറെ ഒന്നും ചേർത്തില്ല, വേറെ ഉപ്പ് മാത്രം. അപ്പോൾ ഈ ഒരു കളറിലൊക്കെ നമുക്ക് നമ്മുടെ ഈ കുറുമ കിട്ടും ഈ ടൈമിൽ. അതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നത്. അതായത് ഞാനൊരു മുറി തേങ്ങയുടെ ഭാഗമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം ഞാൻ മിക്സീൻ്റെ ജാറിലെ വെള്ളമൊക്കെ കഴുകി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം അധികമായി പോകാതിരിക്കാൻ നോക്കണം. അപ്പം വെള്ളം അധികമായി നമുക്ക് ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അതിനൊക്കെ നമുക്ക് ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആക്കി എടുക്കാം. എന്നാലും അധികം വെള്ളമായി പോകാതിരിക്കുന്നത് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു അരമണിക്കൂർ മുന്നേ കശുവണ്ടി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം അരച്ച് വെച്ചതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ ചേർത്ത് നല്ലോണം നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സാക്കി കൊടുക്കുന്ന ടൈമിൽ അടുത്ത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഈ കുരുമുളക്. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ എരിവിന് ആവശ്യത്തിലുള്ള കുരുമുളക്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഈ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പെരുംജീരകത്തിൻ്റെ പൊടി നല്ലോണം, അതായത് പെരുംജീരകം നല്ലോണം വറുത്ത് പൊടിച്ചിട്ട് ഞാൻ എൻ്റെ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്.
അഥവാ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പട്ടയും ഗ്രാമ്പൂറും ഇട്ടില്ലേ, ആ ഒരു ടൈമിൽ പെരുംജീരകം ഇട്ടാലും മതിയാവും. എനിക്കതിങ്ങനെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ കടിച്ചു പോകുന്നതിൻ്റെ ആ ഒരു ടൈമിൽ വരുന്ന അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് അതും ആഡ് ചെയ്യാം. ഞാൻ അധികം ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എരിവ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പിന്നെയും നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടോ, നമ്മൾ ഉപ്പ് എരിവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണ്ടേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പം കുറച്ച് ഉപ്പും കൂടി ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലോണം മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ കറി നല്ലോണം മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലി ഇലയും കൂടി നല്ലോണം വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലി ഇലയുടെ ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മല്ലി ഇലയും കൂടിയിട്ട് ഞാൻ നല്ലോണം കുറച്ച് നേരം മൂടി വെക്കുന്നുണ്ട്. അപ്പം ഗൈസ്, നമ്മുടെ ചിക്കൻ കുറുമ റെഡിയായി ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം കേട്ടോ, കമൻറ്റ് ഇടണം. അപ്പോൾ വെള്ളാപ്പത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.